ബോധത്തിന്റെ അതീതത്വത്തിലേക്ക് പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ നശിച്ചപ്പോഴേ നശിച്ചു. കാന്തളൂർ ശാല വരെ ഉണ്ടായിരുന്നു, അത് നശിപ്പത്തി തന്നു. പിന്നെ ഈ മെക്കാളെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, ഇവിടെ ബുദ്ധിക്കേ പ്രാധാന്യമുള്ളൂ. ഞാൻ പറഞ്ഞു തരാൻ 100% തൽപരനാണ്. പക്ഷെ ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഇറങ്ങി വന്നിട്ട് പറയുമ്പോൾ ജ്യോതിഷത്തിന് മറ്റൊരു തലമാണ്. ബോധാതീതത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ ഒന്നുകൂടെ പറഞ്ഞു ഇന്ന് പറഞ്ഞ് അതിശയിച്ചു. ഇങ്ങനെ എന്തോ അമ്മ ഇപ്പൊ പറഞ്ഞു. കാരണം ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് ജനിച്ചിരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠയായ അമ്മയ്ക്കുമാണ് ജനിച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജാണ്. പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ കുറിച്ചൊരു പഠനം നടത്തി. അതിനുശേഷം മെസ്സേജ് പറഞ്ഞു, നിങ്ങൾ കൂൾ എക്സർസൈസിന്റെ ആളാണ്, നിങ്ങൾ ഡൈനാമിക് എക്സർസൈസ് പോയി ചെയ്തു, നിങ്ങളുടെ ഹോർമോൺസിന്റെ എല്ലാം ലെവല് മാറി, രാസാഗ്നികളെല്ലാം വ്യത്യാസപ്പെട്ടു, അതിന്റെ സന്തുലിതാവസ്ഥ മാറി, നിങ്ങൾ പഴയ തലത്തിലേക്ക് പോവുക, നിങ്ങൾ കൂൾ എക്സർസൈസിന്റെ ആളാണ്, അതിലേക്ക് പോവുക, അപ്പോൾ ഈ മുടി മാറും എന്ന് പറഞ്ഞു. അത് ഞാനത് തിരിച്ച് ഞാൻ യോഗയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. നമ്മൾ കാരണം കണ്ടെത്തണം. ഇതുപോലെ ഇത് സിദ്ധികളാണ്. ഇതല്ല, ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം സിദ്ധികളുടെ തലങ്ങളാണ്. ഇതെല്ലാം സിദ്ധികളാണ്. ഈ നമ്മളിപ്പോ ഈ ലൈറ്റിന്റെ മുന്നിൽ ഇതെല്ലാം സിദ്ധികളുടെ തലങ്ങളാണ്. ഈ പ്രാതിഭാസിക തലമാണ്. അതിനപ്പുറത്തേക്ക് പാരമാർത്ഥിക തലം, പരമാർത്ഥം. അതാ പറഞ്ഞേ, സർവജ്ഞത്വം എന്ന് വെച്ചാൽ പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നത്. എന്താണോ ആത്യന്തികമായിട്ടുള്ളത് അതിനെക്കുറിച്ച് പറയും. പക്ഷേ ഈ ഇന്നത്തെ കാലത്ത് ഈ വ്യാവഹാരിക തലം അല്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ വേദാന്തം കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നത്. അല്ല, വേദാന്തം പറയുന്നോണ്ട് മാത്രം ആളുകൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നില്ലല്ലോ. ഇല്ല, അവർക്ക് ഇപ്പോ വേണ്ടത് ഡെമോൺസ്ട്രേഷൻ ആണ്. എന്താണ് അവർക്കെല്ലാം എല്ലാവർക്കും വേണ്ടത് ഈ സിദ്ധികളുടെ തലമാണ്. പിന്നെ കാര്യങ്ങൾ നടക്കണം. ഒന്ന് രജോഗുണ പ്രധാനികളാണ് എല്ലാവർക്കും. ഇപ്പം എല്ലാവരും അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റു എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇതേ കൂട്ടുള്ള സിദ്ധികൾ കൈവരിക്കുക. അല്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. ഇതിപ്പം ലക്ഷങ്ങളിൽ 1-2 പേർക്കല്ലേ സംഭവിക്കൂ. വളരെ കുറച്ചു പേർക്കല്ലേ സാധാരണഗതിയിൽ എളുപ്പമാവുന്നുള്ളൂ ഈ പാരമാർത്ഥിക തലം. മറ്റുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. കാരണം ഞാൻ ധരിച്ചിരുന്നു പണ്ട് 10-24 വയസ്സുള്ളപ്പോൾ ഞാൻ ധരിച്ചിരുന്നു ഈ കളക്ടർ അല്ലെങ്കിൽ IAS IPS ഒരു പാസ്സായ ഒരു വലിയ വലിയ മേഖലകളിൽ ഇരിക്കുന്നവരൊക്കെ ബോധത്തിൽ വളരെ ബോധാതീതരായിരിക്കും എന്ന് എനിക്കൊരു മണ്ടൻ ചിന്ത വന്നു. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ അച്ഛനെ കാണാൻ വന്നവരോടും അല്ലാതെ എന്നോട് പരിചയപ്പെടുന്നവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവർക്കൊരു ദാർശനിക വശവുമില്ല. ബുദ്ധിയുടെ ലോകമാണ്. ബുദ്ധിയുടെ ലോകം ഈ സിദ്ധികളുടെ തലമാണ്. ഇവരൊരുപാട് പഠിച്ചു, കണ്ടുപിടിച്ചു, പഠിച്ചു, എഴുതി. പിന്നെ ഈ ബൗദ്ധിക തലത്തിനപ്പുറത്തേക്ക് ബോധത്തിന്റെ അതീതത്വത്തിലേക്ക് പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ നശിച്ചപ്പോഴേ നശിച്ചു. കാന്തളൂർ ശാല വരെ ഉണ്ടായിരുന്നു, അത് നശിപ്പത്തി തന്നു. പിന്നെ ഈ മെക്കാളെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, ഇവിടെ ബുദ്ധിക്കേ പ്രാധാന്യമുള്ളൂ, ഇമോഷൻസിന് പോലും പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സും +2ഉം ഡിഗ്രിയും ഒക്കെ കഴിയുമ്പോൾ ആളുകളെ കൊല്ലാൻ നടക്കുന്നു, കക്ഷി രാഷ്ട്രീയത്തിന് വഴങ്ങി ആക്രോശിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ബോധവികാസമില്ല. അപ്പോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ഈ സർവജ്ഞത്വത്തിലേക്കും ഈ സിദ്ധത്വത്തിലേക്കും വരുമ്പോൾ എങ്ങനെയാണ് മോക്ഷം ഉണ്ടാകുന്നത്? അത് സർവസിദ്ധത്വം അല്ല, സർവജ്ഞത്വമാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷത്തിന് പല ഡെഫിനിഷനുണ്ട്. ജീവൻ മുക്തിയും സദ്യോമുക്തിയും ഉണ്ട്. സദ്യോമുക്തി എന്ന് വെച്ചാൽ ഈ ശരീരം നിലനിൽക്കാതെ തന്നെ ആള് മോക്ഷത്തിൽ ഇരിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇമോഷൻസ് ഇല്ല എന്നല്ല അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഈ സിദ്ധികളോ ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. ഇവിടെ ഒത്തിരി ധാരണകൾ അങ്ങ് വന്നുപോയി. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരാൾ എന്നോട് പറയും, ഇപ്പൊ ഇവിടെ ഹരിപ്പാട്ട് അമ്പലത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്, മുടിയും താടിയും ഒക്കെ വളർത്തിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ശരി, അയാൾ ഇതിന് ധ്യാനിക്കുന്നുണ്ട്. ഓ അത് ശരി. ഇപ്പൊ ഞാൻ അയാളുടെ താളത്തിൽ സംസാരിക്കുക. കാരണം നമ്മൾ വലിയ ആശാനെന്നൊന്നും പറയാം, നമ്മൾ നമ്മുടെ ലോകത്ത് നിൽക്കുക, അവര് പറയുന്നതിന് മറുപടി. അപ്പൊ എനിക്കും ഒരു മതിപ്പ് തോന്നി. കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് പിള്ളേരുമായിട്ട് പോയി ചായ കുടിക്കുന്നു. അതോടെ എന്റെ മതിപ്പ് പോയത്. ഞാൻ പറഞ്ഞു, ചായ കുടിച്ചു വിടുന്നുണ്ടോ? നിങ്ങൾ ഏത് തരത്തിലാണ് ആളുകളെ കാണുന്നത് എന്ന് പറയാം. അങ്ങനെ അത് മണ്ടത്തരമാണ്. അങ്ങനെയല്ല കാണണ്ടേ. ഒരാളുടെ എക്സ്പ്രഷനോ ജീവിത ശൈലിയോ ഒന്നുമല്ല ഈ മഹാജ്ഞാനിയാണെന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവ്. കുറെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുകയോ കുറച്ചു മാത്രം സംസാരിക്കുകയോ. പണ്ടൊരു സിദ്ധ സ്ത്രീയെ കാണാൻ ഒരു പ്രൊഫസർ പോയി. അപ്പൊ മോള് നന്നായിട്ട് മോള് പഠിക്കുന്നുണ്ട്, PG ഡിഗ്രിക്കോ PGക്കോ MAക്കോ അങ്ങനെ പഠിക്കുന്നുണ്ട്. എത്ര ശതമാനം മാർക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സിദ്ധ ഇങ്ങനെ കണ്ടെന്ന് കാണിച്ചു, ഇങ്ങനെ കൈയൊന്ന് കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 6 തോന്നിയതുപോലും. പ്രൊഫസർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മോളുടെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ 60%. ചുമ്മാ അതല്ല, 60 ആ 6 കാണിച്ചതെന്നായി മനസ്സിലായി. വെറുതെ ഇങ്ങനെ കാണിച്ചതാ.
അപ്പോ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുകയും ദുരൂഹമായി പെരുമാറുകയും പൂർണ്ണമായി വ്യക്തമാക്കാതെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ജനത്തിന് ഇതെല്ലാം പല അർത്ഥങ്ങളായിട്ട് തോന്നുകയും അതിനെ എടുത്ത് തലയിലേറ്റുകയും ചെയ്യും. ഒരു ഹാലൂസിനേഷൻ ആണത്, ഒരു ഭ്രമാത്മകതയാണത്. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ ആളുകൾ പിന്നീട് അത് പാടില്ല. ഇപ്പൊ എന്റെ അടുക്ക ക്ലാസ്സിന് വരുന്നവരോട് ചോദിക്കണം, ഞാൻ എല്ലാം പറയും, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും എന്നോട്. അതെ, നല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംശയങ്ങൾ മാറുകയുള്ളൂ. സംശയങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം എന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാൻ 100% തൽപരനാണ്. പക്ഷെ ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഇറങ്ങി വന്നിട്ട് പറയുമ്പോൾ ജ്യോതിഷത്തിന് മറ്റൊരു തലമാണ്. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഏറ്റവും നല്ല ഗുരു എന്ന് പറയുന്നത് ഒരു ശിഷ്യന് എന്താണോ സംശയമുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കി, അത് ശിഷ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയല്ല, ശിഷ്യൻ ചോദിക്കണം. കാരണം ശിഷ്യൻ എവിടെ നിൽക്കുന്നത് കുറെയൊക്കെ മനസ്സിലായാലും ശിഷ്യന്റെ മനസ്സിന്റെ തലം എവിടെയാണെന്ന് അറിഞ്ഞാലേ കൂടുതൽ സൂക്ഷ്മമായിട്ട് പറയണം. അതുകൊണ്ട് നീ പറയൂ, അപ്പൊ ആ നിമിഷം അവിടേക്ക് ഇറങ്ങി വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആ ശിഷ്യനെ ഗുരുവിന് അറിയില്ല എന്നല്ലേ അതിനുള്ളത്? അല്ല, അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കൽ ശിഷ്യന്റെ ഗുരുവിന്റെ ജോലിയേ അല്ല. ലോകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ സൂപ്പർ കോൺഷ്യസ് ലെവലിൽ നിൽക്കുക. നീ വേണമെങ്കിൽ എന്നോട് ചോദിക്കുക, ആരെയും നന്നാക്കാൻ ആരുമല്ല. അതുകൊണ്ട് വിവേകാനന്ദൻ പറയുന്ന കർത്തവ്യ ബോധത്തിന്റെ അറുതി എന്നൊരു പോയിന്റ് ഉണ്ട്. അത് ഉപനിഷത്ത് ആശയമാണ്, ഉപനിഷത്തിലെ ഔപനിഷദികമായ ആശയമാണ്. കർത്തവ്യ ബോധമേ ഇല്ല, ആരെ ഞാൻ നന്നാക്കണ്ടേ എന്നാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ കിണർ ദാഹിക്കുന്നവനെ തിരക്കി ചെല്ലില്ല, ദാഹിക്കുന്നവൻ കിണറിന്റെ അടുക്ക് ചെന്ന് വേണേ കോരി കുടിച്ചോണം. ചോദിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. അല്ല കയറി പറയാനൊന്നും സമയമില്ല. അത്രയും കൂടെ സമയം പോവുക. ആരെ തിരുത്താന്? ഇവനെ നന്നാക്കിയിട്ട് ഞാൻ എന്ത് നേടാൻ? എനിക്ക് എന്താണ് വേണ്ടത്? അവനും ഞാനും ഒന്ന് തന്നെ. അവന്റെ ഉള്ളിലെ ചൈതന്യം എന്റെ ഉള്ളിലെ ചൈതന്യം ഒന്ന് തന്നെ. അവനതിനെ തിരിച്ചറിയുന്നില്ല, ഞാൻ തിരിച്ചറിഞ്ഞു എന്നാണ് വ്യത്യാസം. എന്താണോ ഞാൻ എന്ന് സ്വയം തിരിച്ചറിഞ്ഞവൻ ജ്ഞാനി, എന്താണോ ഞാൻ എന്ന് സ്വയം തിരിച്ചറിയാത്തവൻ അജ്ഞാനി. ഇവിടെ ഇത്രയുള്ളൂ വ്യത്യാസം. അവിടെ രൂപഭാവങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങനൊരു വേഷം കെട്ടലില്ല, ഒരിടത്ത് കയറി കഥകടച്ച് ഗുഹയിൽ ഇരിക്കലില്ല. മിസ്റ്റിക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഈ മിസ്റ്റിക് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു വളരെ മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. അപ്പൊ അച്ഛൻ മഹാപണ്ഡിതനായിരുന്നു. അച്ഛന് വേദാന്തമൊക്കെ പറയാറിയാം. പക്ഷെ അമ്മ അങ്ങനെയൊന്നുമില്ല, അമ്മ വെറുതെ ഇരുന്ന് പറയും. അപ്പൊ ഇപ്പൊ ഒരിക്കൽ ഞാൻ എൻ്റെ വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു 8 വർഷം മുമ്പ് അപ്പുറത്ത് ചേട്ടനൊരു പാട്ടിട്ടിരിക്കുന്നു കുടുംബത്തെ. അപ്പൊ ഞാൻ എത്ര മനോഹര പാട്ട്. ഇങ്ങനെ നിന്നപ്പോൾ അമ്മ അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് ഒരു വലിയ ലേഖനം, ഒരു പ്രബന്ധം എഴുതിയിട്ടിരിക്കുക ബാഹ്യ സംഗീതത്തെക്കുറിച്ചും ആന്തരിക സംഗീതത്തെക്കുറിച്ചും. അത് കഴിഞ്ഞ തൊട്ട് പുറകിനാണ് അമ്മ ഇങ്ങനെ പറയുക. അപ്പൊ ഞാൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം, ഇപ്പം എപ്പോഴും എഴുതാറില്ല. അങ്ങനെ എനിക്ക് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഉള്ളത്, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. അതായിരുന്നു എൻ്റെ പ്രധാന സ്വഭാവം. അങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു, പുറത്തൊരു സംഗീതമുണ്ട്, അകത്തൊരു സംഗീതം. അപ്പൊ ഞാൻ, അമ്മ എത്ര മനോഹര പാട്ട് പറഞ്ഞപ്പോഴ, പുറത്തൊരു സംഗീതമുണ്ട്, അകത്തൊരു സംഗീതമുണ്ട്. പുറത്തെ സംഗീതത്തിൽ കൂടുതൽ ഭ്രമിക്കുന്നവർക്ക് പലപ്പോഴും അകത്തെ സംഗീതത്തെക്കുറിച്ച് അറിയാനൊക്കെ ഇല്ല. പറയുന്ന വലിയ വലിയ ആശയങ്ങളാണ്, പറഞ്ഞ മനസ്സിലായില്ല. അകത്തെ സംഗീതം അറിയുന്നവർക്ക് പുറത്തെ സംഗീതം വളരെ ചെറുതാണ്, വളരെ നിസ്സാരമായിരിക്കും. അകത്തെ സംഗീതത്തെ അറിയലാണ് ഏറ്റവും വലിയ കാര്യം. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാരമാർത്ഥിക തലമായി പറയുന്നേ, ബോധാതീതത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ, അമ്മ ഒന്നുകൂടെ പറഞ്ഞേ എന്ന് പറഞ്ഞ് അതിശയിച്ചു. ഇങ്ങനെ എന്തോ അമ്മ ഇപ്പൊ പറഞ്ഞേ? ഒന്നുമില്ല മക്കളെ, വല്ലതും വിളമ്പി നമുക്ക് കഴിക്കണ്ടായോ എന്ന് പിന്നെ അമ്മ അങ്ങ് വിഷയം മാറ്റും. അത്ര അമ്മ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയായിരുന്നു. സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുക എല്ലാം. പക്ഷെ അമ്മ നിൽക്കുന്ന ലെവലിനെ കുറിച്ച് ആർക്കും മനസ്സിലാകത്തില്ല. അമ്മ അതിനെ ബോധ്യപ്പെടുത്താനും പോകുന്നില്ല. അച്ഛനിരുന്ന് പുകഴ്ത്തി പറയും, ഇവള് മഹാകർമ്മയോഗിയാണോ എന്നൊക്കെ പറയും. പക്ഷെ ആരും അമ്മയെ മനസ്സിലാക്കുന്ന എന്റെ സഹോദരങ്ങളും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറയും, അമ്മയെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ അമ്മേ എന്ന് പറയും. ബന്ധുക്കളോ ഇപ്പൊ നാട്ടിലെ പെണ്ണുങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് ലക്ഷ്മി വിശേഷം, എന്തൊക്കെയുണ്ട് ജാനകി വിശേഷം എന്നൊക്കെ സുഖം പറഞ്ഞിട്ട് അവരോട് അത്യാവശ്യം കാര്യം പറഞ്ഞ അമ്മയുടെ ലോകത്ത് മുഴുവൻ. പിന്നെ അമ്മയിൽ ഞാൻ കണ്ടിരുന്ന ഒരു പ്രത്യേകത, സാധാരണ ഒരു സ്ത്രീക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്, വസ്തുനിഷ്ഠമായ വിഷയങ്ങൾ പറയില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ജീവിതത്തിലെ സമയം മൊത്തം തൊലയ്ക്കുമല്ലോ. ആ ഒരു പരിപാടി ഞാൻ എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം അതാ. എപ്പോഴും അമ്മയ്ക്ക് ഒരു ദാർശനിക തലമുണ്ട്, പക്ഷെ അത് അമ്മ വെളിവാക്കാൻ പോകുന്നതല്ല. അപ്പൊ അമ്മ ഭക്തി പറയും, പുറകിന് യുക്തിയും പറയും, അറിയാതെ കയറി പറയും, എല്ലാം ചെയ്യും, അതിന് നിസ്സാരതയും പറയും. ഇപ്പൊ വാല്യൂസ് ഓഫ് വാല്യൂ എല്ലാം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. അതായിരുന്നു അമ്മ. അപ്പൊ ഞാൻ അമ്മയോട് പറയാം, അമ്മ ആരംഗീകരിക്കും? അമ്മ ആരും അംഗീകരിക്കുന്നില്ല. അപ്പൊ അംഗീകാരത്തെ, അപ്പോഴാണ് അമ്മ ഒരു വലിയ പോയിന്റ് പറയുന്നത്, അംഗീകാരത്തെ കുറിച്ചുള്ള മനസ്സ് പോകണം, ആ ചിന്ത മരിക്കണം. ആരംഗീകരിക്കണം മക്കളെ? ആരംഗീകരിക്കണം? അംഗീകാരത്തിലൂടെ നീ എന്താണ് നേടാൻ പോകുന്നത്? എന്ത് നേടണം? അംഗീകാരം സ്വയമാണ് വേണ്ടത്. നമ്മളെ തന്നെ അംഗീകരിക്കണം. അമ്മയുടെ ശൈലിയിൽ അങ്ങനെ പറഞ്ഞു, ഞാൻ നാമെന്നൊക്കെ പറയും, നമ്മൾ അതാണ് ബോധത്തിന്റെ ആനന്ദതല.
ഞാനൊരു സംശയം ചോദിച്ചോളട്ടെ. അങ്ങ് പറഞ്ഞിരുന്നു അങ്ങ് അവസാനത്തെ യൂണിവേഴ്സിറ്റിയിലെ ആളായിരുന്നു എന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറെ കാലങ്ങളായി, 800 വർഷത്തിന് ശേഷം 800 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഈ 800 വർഷം അങ്ങനെ ആത്മാവ് എവിടെയായിരുന്നു? അത് അന്തരീക്ഷത്തിൽ നിലകൊള്ളുകയായിരുന്നു എന്നാണ്. അതെനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ ഈ സിദ്ധിയുടെ വശങ്ങളിൽ കൂടെ കൂടുതലൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. 300 വർഷം മുമ്പേ ജനിച്ചു പോയേനെന്നാണ് കാണുന്നത്. വൈദ്യനും പണ്ഡിതനുമായ അച്ഛനും ജ്ഞാനിയായ അമ്മയെയും തിരക്കി ഈ ഭൂഗോളം മൊത്തം നടന്നിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് 300 വർഷം മുമ്പേ ജനിക്കാൻ 300 വർഷവും ഇതിനെ പറ്റിയ ഒരു അമ്മയും അച്ഛനെയും തപ്പുമായിരുന്നു. കാരണം ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് ജനിച്ചിരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠയായ അമ്മയ്ക്കുമാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ മഹത്തരമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. വീട്ടിൽ ജീവൽ സമാധി ഉണ്ട്. കേരളത്തിൽ തന്നെ 3-4 ജീവൽ സമാധിയേ ഉള്ളൂ. എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരെയും അറിയിച്ച് ഞാൻ ഇന്ന ദിവസം യാത്രയാവെന്ന് പറഞ്ഞ് ഭക്ഷണം എല്ലാ ദിവസം വിളിച്ചു വരുത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് കൃത്യ മുഹൂർത്തം നോക്കി, ഉത്തര നക്ഷത്രത്തിലാണ് മിക്കവാറും അങ്ങനെയുള്ളവരൊക്കെ പോയിരിക്കുന്നത്, ജീവൽ സമാധി കൃത്യമായിട്ടുള്ളത്. യാത്ര പറഞ്ഞ് കൃത്യസ്ഥാനം കണ്ട് സമയത്തിൽ കുഴിച്ച കുഴിയിലേക്ക് ഇറങ്ങിയിരുന്ന് പോയിരിക്കുക. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വന്ന് ജനിക്കാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ എന്റെ വീടിന് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ കഴിയില്ല. അതെന്തു ആകട്ടെ, പക്ഷെ അതെന്റെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ജനിച്ചത്. അപ്പൊ അച്ഛനെയും അമ്മ ഇത്രയും വിശേഷപ്പെട്ടു. പിന്നെ എനിക്ക് വന്നിരിക്കുന്ന പേര് എന്തൊരു നല്ല പേര്, സഞ്ജയൻ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ. അക്കാലത്തൊക്കെ സന്യാസിമാരൊക്കെ എന്നെ അഭിനന്ദിക്കുക എവിടെയും ചെല്ലുമ്പോൾ. ആ പേരിന്റെ ഒരു മൂല്യം ഞാൻ ഓർക്കുമ്പോൾ അതിശയിക്കും. അച്ഛന് ഇങ്ങനെ ഒരു പേര് എനിക്ക് തരാൻ തോന്നിയല്ലോ. അപ്പോൾ എൻ്റെ ഒരു മഹാഭാഗ്യമാണ് അങ്ങനെ ഒരു അച്ഛനെയും അമ്മയും കിട്ടിയത്. അപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ശരിയായിരിക്കും. 300 വർഷം മുമ്പ് 300 വർഷം ഈ പ്രകൃതിയിൽ ഈ ഭൂഗോളത്തിൽ എല്ലായിടവും തിരഞ്ഞു നടന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് നാടിയിലും വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഓച്ചിറ നിൽക്കുമ്പോൾ ഒരു സ്വാമി, ഓച്ചിറയിൽ ഇതുപോലെ കുറെ അവധൂതന്മാരെ പോലെ ചില സ്വാമിമാരുണ്ടാക്കും, ഓർക്കാപ്പുറത്ത് വന്ന് വല്ലതും പറഞ്ഞിട്ടു ഇപ്പൊ ഒരു അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഒരു കൂട്ടരെ വിളിച്ചു. അപ്പോഴത്തേന് പന്തളത്ത് അയ്യപ്പൻ ജനിച്ചു വളർന്ന ക്ഷേത്രം എന്ന് പറയുന്ന ആ പന്തളത്തെ കൊട്ടാരത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് അതിന് വിളിച്ചു. ഞാനൊരു പ്രഭാഷണം നടത്തി. 2 മണിക്കൂർ അങ്ങോട്ട് നീണ്ടെന്ന് തോന്നുന്നു. അത് അയ്യപ്പനും വേദാന്തമെന്നോ മറ്റോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പിന്നെ അവാർഡ് കിട്ടി. അതൊക്കെ ഇങ്ങനെ വന്നു. ഓർക്കാപ്പുറത്ത് പലതും പറയും ഇതുപോലെ വന്ന് ആള് ഇങ്ങനെ ഓരോ സ്വാമിമാരും ഓരോന്നും വന്ന് പറഞ്ഞിരിക്കും. നാടിയിൽ ഇനിയും വരാൻ പോകുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സ്വാമിമാർ. അതെവിടെ വെച്ചാണ്? വൈക്കത്തമ്പലത്തേക്ക്. ഈ ശിവക്ഷേത്രങ്ങൾക്ക് എന്തോ ഒരു അത്ഭുതമാണ്. അവിടെ നിൽക്കുമ്പോഴേ ഇങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ ഓടിക്കൂടി പറയുന്നത്. അവിടെ നിൽക്കുമ്പോഴ പറഞ്ഞിരിക്കുന്നത് നാടിയിലും പറഞ്ഞു, ഈ ഭൂഗോളത്തിൽ എവിടെല്ലാം യോഗികളുണ്ടോ അവരെല്ലാം ഈ ജന്മത്തിൽ എന്നെ വന്ന് സഹായിക്കും. ഇനി എൻ്റെ കാലം അങ്ങോട്ട് തുടങ്ങുകയാണ്, ഞാൻ യൗവനത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അത് നാടിയിലും പറഞ്ഞു. പിന്നെ പൂർവ്വജന്മത്തിലെ ശിഷ്യരെല്ലാം ഈ ജന്മത്തിൽ തിരഞ്ഞെത്തും, അത് ഉറപ്പാണ്. ഇപ്പൊ പാസ്റ്റ് ലൈഫ് വായിക്കുമ്പോൾ മിക്കവാറും പൂർവ്വജന്മം എല്ലാം വരുന്ന അത്ഭുത ജന്മങ്ങളാണ്. 95% പാസ്റ്റ് ലൈഫ് നോക്കും പൂർവ്വജന്മത്തിൽ സന്യാസിമാരാ. അപൂർവമായിട്ടാണ് അത് എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരുന്നു. പിന്നെ എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികളും ആൺകുട്ടികളും, അത് അത്ഭുതകരമാണ്. ഇപ്പൊ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്തൊരു മറ്റൊരു മതത്തിലെ, അത് ക്രിസ്ത്യൻ മതമല്ല, വേറൊരു മതത്തിലെ ഒരു യുവാവിന്റെ ജ്യോതിഷം നോക്കാനിടയായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണത്. ഇയാള് പൂർവ്വജന്മത്തിൽ കലാകാരനായിരുന്നു. അപ്പൊ കലാകാരനും ഒക്കെ ആയിരുന്നു. അതിനുശേഷം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ സമയം കളയുന്നില്ല. അങ്ങനെ ജീവിതം അലങ്കോലമായി, പ്രായോഗിക ജീവിതം. അതിനുശേഷം അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഈ ശിവഭക്തനായി നടന്നു. അതുകൊണ്ട് ഈ ജന്മത്തിൽ ശിവനോട് ഭ്രാന്ത് കാണിക്കും. അപ്പോഴാ പറയുന്ന വീട്ടുകാര് അവന് ശിവന്റെ ചിത്രം നെഞ്ചില് വരച്ചിടാൻ, അച്ചുകുത്താൻ, ഈ എന്താ പറയുന്നത്, പച്ച കുത്താൻ ശ്രമിക്കുന്നു ആഗ്രഹം. ഞങ്ങൾ പറഞ്ഞു അത് ചെയ്യരുത് നീ എന്ന്. മതത്തിന് അത്ര ഉൾക്കൊള്ളാനൊക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം. അതുകൊണ്ട് ഈ കൊച്ചിന് ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞാലും വെള്ളത്തിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞുകളെ. കാരണം വെള്ളത്തിൽ ചാടി ആത്മഹത്യ, ജലസമാധി എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അങ്ങനെ കുറെ സമ്പ്രദായങ്ങൾ പ്രാകൃതമായിട്ടുണ്ടായിട്ടുണ്ട്. 3 തരത്തിൽ ജലസമാധികളെ കുറിച്ച് പറയുന്നുണ്ട് ഗംഗയിലും ഒക്കെ. ഒന്ന്, മരിച്ചു കഴിയുമ്പോൾ സന്യാസിമാരെ അതേപോലെ ഇരുത്തിയിട്ട് കൊണ്ടുപോയി ഗംഗയിൽ ഒഴുക്കുന്നത്. ഇതിനെ നമുക്ക് അത്ര അംഗീകരിക്കാൻ ഒക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പിൽക്കാലത്ത് ഓരോന്നിങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ 4 പേരുടെ എടുത്തു പൂർവ്വജന്മത്തിൽ ഇതുപോലെ മരിച്ചതാണ്. രണ്ടാമത് വേറൊരു തരത്തിലുള്ള ജലസമാധിയുണ്ട്, മരിക്കാറാകുമ്പോൾ ഒഴുക്കുന്ന പരിപാടി. ചില സന്യാസിമാർ മരിക്കാറാകുമ്പോൾ എടുത്ത് ചാടി മരിക്കാറാകുമ്പോഴല്ലേ ഒരു ഘട്ടം കഴിയുമ്പോഴേ തോന്നിയിട്ട് ആത്മഹത്യ, ഗംഗ പോലുള്ള നദികളിൽ.
ആത്മഹത്യ ചെയ്ത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പൂർവ്വജന്മത്തിൽ വെള്ളത്തിൽ ചാടി ചത്തതാ, ആത്മഹത്യ ചെയ്ത്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഈ പയ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദേഷ്യം വന്നു കഴിഞ്ഞോട്ടെ ഞാൻ വെള്ളത്തിൽ ചാടി മരിക്കും എന്ന് പറയും. അത് പൂർവ്വജന്മത്തിൽ ഇങ്ങനെ മരിച്ചത് കൊണ്ടാണ്. പൂർവ്വജന്മത്തിൽ ചുരുട്ട് വലിച്ചിരുന്നു, അതുകൊണ്ട് ഈ ജന്മത്തിൽ പാത്തും പതുങ്ങിയാണെങ്കിലും സിഗരറ്റ് പുക വലിച്ചുകൊണ്ടിരിക്കുക. അത് സത്യം. ഇതെല്ലാം വരിക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം ചെയ്യാനിരിക്കും, അതും പറഞ്ഞ് ശരിയാ. ധ്യാനം ചെയ്യുമ്പോൾ ഒരുപാട് ചിലപ്പോൾ ഇരുന്നിട്ട് കുറെ നേരം ഇരുന്ന് തുള്ളലും ഒക്കെ കാണിക്കും. ഇതെല്ലാം ഈ അഘോരി നാഗസന്യാസി എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ വരുന്നവരാ ഇത്. ഇപ്പൊ ഇങ്ങനെ 4-5 പേരുടെ വന്നു, വേറൊരു ചെറുപ്പക്കാരന്റെ വന്നു. അപ്പൊ ഇപ്പൊ വേറെ ചെറുപ്പക്കാരന്റെ വന്നിരിക്കുന്നത് ഈ ജീവികളെ പോലും കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, ജീവികളെയൊക്കെ അങ്ങനെയും മരിച്ചിരിക്കുന്നതാണെന്ന് വന്നിട്ടുണ്ട്. വേറൊരാളുടെ വന്നിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി എൻ്റെ അടുക്ക വരുന്നുണ്ട് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയാൻ. ഒരു നർത്തകിയും ദാസിയുമായിരുന്നു, വേശ്യയും നർത്തകിയുമായിരുന്ന ഒരു സ്ത്രീയെ പ്രണയിച്ചൊരു കലാകാരൻ കല്യാണം കഴിച്ചു. അതിന് ശേഷം അപ്പോൾ അവള് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ വേശ്യാവൃത്തിക്ക് പോവില്ല എന്ന്. പക്ഷെ അതിനുശേഷം ഇവന്റെ അടുക്ക് വന്നെങ്കിലും പഴയ പ്രവണതയിലേക്ക് തിരികെ പോയി ഒരുപാട് പേരുടെ കൂടെ ആയി. അതിൽ ദുഃഖിതനായി ഇയാൾ സന്യാസം സ്വീകരിച്ചിട്ട് മരിച്ചു വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്യണം. അത് കാരണം വീട്ടുകാരുടെ അഭിപ്രായത്തെ മാനിക്കാതെ ഞാൻ കലാകാരനായതുകൊണ്ട് ഞാൻ കലാകാരിയുടെ കലയിൽ ഭ്രമിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ അവളുടെ വ്യഭിചാര സ്വഭാവം നിലനിർത്തി, അതുകൊണ്ട് മരിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ പിതാവിനെ കൊന്നവര്, മാതാവിനെ കൊന്നവര്, സഹോദരങ്ങളെ കൊന്നവരൊക്കെ ഉണ്ട്. ഈ മിക്കവാറും ഒരു രസകരമായ സംഭവം ഇതിനകത്ത് കാണുന്നത്, ഇവരിൽ ഒരാൾ ആരെയെങ്കിലും കൊന്നിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഏതെങ്കിലും ദേശങ്ങളിൽ കൊന്നവരായിരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിൽ ജീവിച്ചിട്ട് മരിച്ചവരെ, ഉത്തർപ്രദേശിൽ ജീവിച്ച് മരിച്ചവരെല്ലാം ഒരു ഭവനത്തിൽ എത്തിപ്പെടും. ഇപ്പൊ മാതാവിനെ കൊന്നവൻ പിതാവിനെ കൊന്നവളെ കല്യാണം കഴിക്കും. ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ റിയലൈസ് ചെയ്തത് വന്നിട്ട് വരും. അതുകൊണ്ട് ഈ ജന്മത്തിലെ ഒരു പെൺകുട്ടിയുടെ 3 പെൺപിള്ളേരെ ഞാൻ അടുത്ത സമയത്ത് നോക്കിയിരുന്നത് ഞാൻ പറഞ്ഞത് പൂർവ്വജന്മത്തിൽ അച്ഛനെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ജന്മത്തിൽ അച്ഛന്റെ സുഖമേ അനുഭവിക്കില്ല. അപ്പോഴവരെ പ്രസവിച്ച് 17 ദിവസമായപ്പോഴോ മറ്റോ അച്ഛൻ ഇട്ടിട്ട് പോയിരിക്കുക. അതാണോ ഈ കർമ്മ എന്ന് പറയുന്നത്? അതെ, കർമ്മഫലം. നമ്മൾ ഫോർ എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ആ സിദ്ധാന്തം ജന്മാന്തരങ്ങളോളം തുടരും. ശരീരം മാറുമ്പോൾ ഇത് പോവുക ഓർമ്മയിൽ നിന്ന്. അപൂർവം ആളുകൾക്ക് പൂർവ്വജന്മം ഓർക്കാം. ഈ ബുദ്ധൻ പറയുന്നില്ലേ, ബുദ്ധന്റെ ഈ ബുദ്ധമതം ജനകീയമായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറേയേറെ ശിഷ്യരുമൊത്ത് ഇങ്ങനെ ഒരു ദിവസം ഭിക്ഷയ്ക്ക് നടക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് തട്ടി വിളിച്ചു. അപ്പൊ ആ സ്ത്രീ വന്നിട്ട് ഒത്തിരി പുച്ഛിച്ചു പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറയുന്നുണ്ട്, ശിഷ്യന്മാരെല്ലാം വല്ലാതായി, അവര് കോപാക്രാന്തരായി, അവർ വല്ലാതെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാ പറഞ്ഞേ മിണ്ടരുത്, ഇത് ഞാൻ 3 ജന്മങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീയോട് ചെയ്തതിന്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുക. അവരിത് പറഞ്ഞത് ഞാൻ കേട്ട് നിന്നാലേ നോക്കൂ. ഇതുപോലെ വരും. ഇപ്പൊ എന്റെ കയ്യുടെ ഈ പൊള്ളി എന്ന് പറഞ്ഞതിനും അതിനൊരു കാരണമുണ്ട്. 2-3 കാരണങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് കയ്യിൽ പൊള്ളിയ പാട് വന്നത്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഈ പൂർവ്വജന്മത്തിലെ ഒരു ചെറിയ തെറ്റ്, ആ ജന്മത്തിൽ ആ ഒരു തെറ്റ് വന്നപ്പോൾ മന്ത്രശക്തി കുറഞ്ഞു, അപ്പോഴ് എല്ലാ ഗ്രേസും കുറഞ്ഞു, മറ്റുള്ള അധ്യാപകരെ അനുസരിക്കാതെയായി. അങ്ങനെ വന്നപ്പം ഈ ഗാന്ധാർ ദേശത്ത് നിന്ന് 4 യുവാക്കൾ പഠിക്കാൻ വന്നു. ആ മതത്തിലുള്ളവരെ അവിടെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴ് ഇദ്ദേഹത്തിനോട് അസൂയുള്ള ഒരു വൈദ്യനായ ഒരു അധ്യാപകൻ രഹസ്യമായി 4 പേരെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി കയറ്റി. അവര് ഇതറിയാൻ വന്ന, ഇവിടെ എന്താണ് ഈ അത്ഭുതം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് ഇവര് തിരികെ പോയിട്ട് ഇവരുടെ ഭരണാധികാരിയോട് പറഞ്ഞെന്ന്. ആ ഭരണാധികാരിക്ക് ഒരു മാറാരോഗം ഉണ്ടായിരുന്നു ഒക്കെ. പിന്നെ ഞാൻ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഇത് അതിനകത്തും കണ്ടു, അതിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ വന്നു എന്നും. ആ മാറാരോഗം മാറാതിരുന്ന രോഗിയായ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഇത്തരം ആരാധനയ്ക്കും സമ്പ്രദായങ്ങൾക്കും ഒക്കെ വിരുദ്ധനായതുകൊണ്ട് ഇവിടേക്ക് താങ്കൾക്ക് പ്രവേശനമില്ല എന്ന് ആചാര്യൻ പറഞ്ഞു വന്നു. ഇപ്പം 35 വർഷം മറ്റോ ആചാര്യനായിട്ടിരുന്നേ, 32 തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ ഇരുന്നതിന് ശേഷം ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നതിന് ശേഷം അപ്പോൾ ഇയാളോട് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിനോട് അസൂയുള്ള വൈദ്യനായ അധ്യാപകൻ രഹസ്യമായിട്ട്, ഇദ്ദേഹത്തിനും വൈദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും വൈദ്യവൃത്തിയിൽ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്ന അതിന്റെ ഒരു പ്രത്യേക അയാൾ രഹസ്യമായിട്ട് അഡ്മിഷൻ കൊടുത്തു. അതിനകത്ത് പ്രവേശിച്ചു. ഇയാളുടെ രോഗം 6 മാസം കൊണ്ട് ചികിത്സിച്ച് മാറിയെന്ന്, ഈ 6 മാസം കൊണ്ട് ഇതിന്റെ മുക്കും മൂലയും എല്ലാം കണ്ടുപഠിച്ചെന്ന്, ഇതിന് ശേഷം അയാൾ തീ വെച്ചിട്ട് പോയെന്ന്. പക്ഷെ ഈ ആചാര്യന്റെ ശക്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കൊണ്ട്, അദ്ദേഹത്തിന് പറവകളുടെ ഭാഷയൊക്കെ അറിയാമായിരുന്നാ പറയുന്നത്, കേട്ടാ മനസ്സിലാവുന്ന പറയും. അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് നളന്ദയിൽ ആരും ദഹിച്ചില്ല, ആരും മരിച്ചില്ല, പുസ്തകങ്ങളെ മരിച്ചു. പിന്നെ അദ്ദേഹത്തിനെ 2 വർഷം കഴിഞ്ഞപ്പോൾ വിക്രമശിലയുടെ ആചാര്യനാക്കി, അവിടെയും പോയി തീയിട്ടു. പക്ഷെ അപ്പോഴും അത് ആരും മരിച്ചില്ല. പിന്നെ ഓദന്തപുരിക്കാ തീയിടുന്നത്. പക്ഷെ ഓദന്തപുരിക്കൊക്കെ തീയിടുമ്പോൾ അവിടെ വേറെ ആചാര്യന്മാരായിരുന്നു, അവിടെയുള്ള ആളുകൾ മരിച്ചു.
വിക്രമശിലയിൽ, നളന്തയിലും വിക്രമശിലയിലും ആരും കത്തിയിട്ടില്ല. പിന്നെ തിരികെ ഈ പോയിന്റ് എനിക്ക് പറഞ്ഞു തന്നത് ഈ കാശ്മീരിലാണ് പൂർവ്വജന്മത്തിലെ ശരീരം ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നു. അത് വന്നത് കന്യാകുമാരി നിൽക്കുമ്പോൾ ഒരു സന്യാസി എന്നോട് പറഞ്ഞു തന്നിട്ട്, കന്യാകുമാരിയിൽ ഞാനിങ്ങനെ കൊച്ച് വെള്ളാരങ്കൽ ഇവർക്ക് ഇങ്ങനെ എറിഞ്ഞു നിൽക്കുക. അപ്പൊ അവിടെ ഒരു അമ്മൂമ്മയ്ക്ക് പൈസ കൊടുത്തു, അമ്മൂമ്മ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രത്യേക തരത്തിൽ തമിഴ് സ്ത്രീകൾ ഇങ്ങനെ തുണി കൊടുക്കും. അപ്പൊ അവരുടെ തോളത്തിനും പുറത്തൊക്കെ ഇങ്ങനെ തിരുമിക്കൊണ്ട് നിന്നിട്ട് ഞാനിങ്ങനെ കല്ലെറിയുമ്പോഴാണ് എനിക്ക് തോന്നുന്ന ദിവസം വണ്ടി വിട്ടുപോകും, കാറ് വിട്ടുപോകും, അല്ലെങ്കിൽ ട്രെയിൻ കയറിപ്പോ, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന രീതികൾ പലപ്പോഴും. അല്ല ഞാൻ ഇങ്ങനെ ആകാവൂന്നില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് ജ്യോതിഷം നോക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യത്തില്ല. ഇന്ന് എനിക്ക് ധ്യാനം ചെയ്യണമെന്ന് മൊത്തം തോന്നി, ഇന്ന് ഞാനില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയും. ഞാൻ കയറി ധ്യാനത്തിലിരിക്കും. അത് എത്ര പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ തോന്നലുകൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴവിടെ വെച്ച് പറഞ്ഞു ഇങ്ങനെ ഈ സംഭവം, ബാക്കി ഈ കാശ്മീരിൽ ശരീരം ഇരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വന്ന് കാശ്മീരിൽ ശരീരം ഇരിപ്പുണ്ട്, അവിടെ പോയി കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാശ്മീരിൽ ചെല്ലാൻ സമയമാകുമ്പോൾ പോകായിരിക്കും. ഞാൻ ഇതുവരെ നിർബന്ധം പിടിക്കുന്നില്ല, ഒക്കുന്നെങ്കിൽ പോകട്ടെ.